ഹായ് ഫ്രണ്ട്സ്, സാപ്പിണി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും, അതായത് നാളെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും, ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്ത സിനിമകളും, പിന്നെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നമുക്ക് ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുകൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ ഇതുപോലുള്ള OTT അപ്ഡേറ്റുകളൊക്കെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് അപ്ഡേറ്റുകൾ ഏതൊക്കെയാണ് നോക്കാം. ഒന്നാമത്തെ സിനിമ ഉള്ളത് നമ്മുടെ ലാലേട്ടൻ്റെ സംവിധാനത്തിൽ അദ്ദേഹം തന്നെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു ബാറോസ് എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം Disney+ ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. മലയാളം ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലായിട്ടായിരിക്കും ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ത്രില്ലർ മൂവിയായിരുന്നു ത്രയം എന്ന് പറഞ്ഞ സിനിമ. അതിനു മുമ്പേ തന്നെ ഒരു കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ മനോരമ മാക്സിൽ പുറത്തു വന്നിരുന്നെങ്കിലും ഇതുവരെ ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റോ കാര്യങ്ങളോ ഇതുവരെ ഡേറ്റോ കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. ഇപ്പോൾ ആമസോൺ പ്രൈമിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കമ്മിങ് സൂൺ പോസ്റ്റർ കൂടി പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും പിന്നെ ഈ അടുത്ത ആഴ്ചകളിൽ തന്നെ ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു ഹിന്ദി റൊമാൻറ്റിക് കോമഡി ത്രില്ലർ രൂപത്തിൽപ്പെട്ട സിനിമയാണ് ധൂം ധാം എന്ന് പറഞ്ഞ സിനിമ. ഈ ഡയറക്റ്റ് OTT റിലീസിന് തയ്യാറെടുക്കുകയാണ് നെറ്റ്ഫ്ലിക്സ് വഴി. ഫെബ്രുവരി മാസം 14 തീയതിയാണ് ഡയറക്റ്റ് OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ് ഭാഷയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. അടുത്ത ഒരു മിസ്റ്ററി ഹൊറർ ത്രില്ലർ രൂപത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ബ്ലിങ്ക് ടോയ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്തത് ഒരു ഹൊറർ മൂവിയാണ് ഡു യു സീ മീ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആപ്പിൾ TV+ വഴിയാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കോമഡി ഡ്രാമ സയൻസ് ഫിക്ഷൻ പാത്രപ്പെട്ട തമിഴ് മൂവിയാണ് കൂക്കിൾ കുട്ടപ്പ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ സിനിമ, ആഹാ തമിഴ് എന്നീ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത നമ്മുടെ അല്ലു അർജുൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത പുഷ്പ ടു ദ റൂൾ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ കഴിഞ്ഞ ദിവസം ഈ സിനിമയുടെ ഒരു റീലോഡ് വേർഷനൊക്കെ തിയേറ്ററിൽ റിലീസ് ചെയ്തിരുന്നു. 20 മിനിറ്റ് കൂടി കൂടുതലുള്ള വേഷം, 3 മണിക്കൂർ 44 മിനിറ്റ് ദൈർഘ്യം വരുന്ന ഒരു വേഷം ഏറ്റവും പുതിയ തിയേറ്ററിൽ വന്നിട്ടുണ്ട്. അപ്പം അത് ലീക്കാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സിനിമയുടെ OTT അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. ജനുവരി മാസം 30 തീയതി ഈ ഒരു സിനിമ പിന്നെന്താ പറയുക നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. റീലോഡ് വേഷം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. തെലുങ്ക് ഭാഷ കൂടാതെ മൾട്ടി ഓഡിയോയിലായിരിക്കും ഈ ഒരു സിനിമ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് കുറേ സിനിമകൾ ഡീറ്റെയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. കുറേ ഇംഗ്ലീഷ് സിനിമകൾ ഡീറ്റെയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഓൺ ഡിമാൻഡ് വഴി ഡീറ്റെയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് സോണിക് 3 എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു അനിമേഷൻ അഡ്വഞ്ചർ ആക്ഷൻ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. രണ്ടാം സിനിമ ഒരു ഹൊറർ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ നൊസ്ഫെറാറ്റു എന്ന് പറഞ്ഞ സിനിമയാണ്. എല്ലാവരും കാത്തിരുന്നൊരു സിനിമ കൂടിയായിരുന്നു ഈ സിനിമ എന്നുള്ളത്. തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കിയതാണ്. അടുത്തത് ബൈസ്റ്റാൻഡേഴ്സ് എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അടുത്തത് ദ ഡിമാൻഡ്. അതിൻ്റെ അടുത്തത് വരുന്നത് സ്നിപ്പേഴ്സ് ദ ലാസ്റ്റ് സ്റ്റാൻഡ് എന്ന സിനിമ ഉണ്ട്. അതുകൂടാതെ കാനഡ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്. പിന്നെ അതുകൂടാതെ എ വൈറ്റ് വാട്ടർ റൊമാൻസ് പറഞ്ഞൊരു സിനിമ ഉണ്ട്. ഡൺ ഫേസ് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്. ബ്രദർ ഓറഞ്ച് പറഞ്ഞൊരു സിനിമ ഉണ്ട്. ഫാളിംഗ് ഇൻ ലവ് ഇൻ നയാഗ്ര എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്. അതുകൂടാതെ ED ആൻഡ് റൂസ്റ്റേഴ്സ് ബിഗ് അഡ്വഞ്ചർ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്. ഇത്രയും സിനിമകളും വീഡിയോ ഓൺ ഡിമാൻഡ് വഴി ഡീറ്റെയിൽ റിലീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇന്ന് റിലീസ് ചെയ്തതും അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമായിട്ടുള്ളത്. നാളെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഈ ഒരു ലിസ്റ്റിലുണ്ട്. ഈ ലിസ്റ്റിൽ നിങ്ങൾ ഏതൊക്കെ സിനിമകൾക്കാണ് വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.